കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ്, ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അന്നേരം രാവിലെ ഇന്നിപ്പോൾ ഇതാ കറിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കിളിമീനാണ്. നമ്മളിവിടെ ഒരു 7:45 7:45 മീൻ വരും കേട്ടോ. അന്നേരം ഇതാ ഇന്ന് കടി പൂരിയാണ് കേട്ടോ. ഇന്ന് പൊന്നൂസിന് പോകണം. ഒക്കെ SPCൻ്റെ ക്ലാസ് ഉണ്ട്, പിന്നെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അന്നേരം അവൾക്ക് രാവിലെ പോകണം. 7:45 8:30 പോയാൽ മതി. ശനിയാഴ്ച ആയതുകൊണ്ട് 8:30 പോയാൽ മതി. പിന്നെ ശ്യാമാട്ടനും പോയിട്ടുണ്ട് കേട്ടോ. ശ്യാമാട്ടന് പിന്നെ രാവിലെ ചായയും കടീൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, മുപ്പൊരു ചായ മാത്രം കുടിച്ചിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. പിന്നെ പൊന്നൂസിന് ഞാൻ മുതിര ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം മുതിര ഉപ്പേരി ഭൂരിയും കൂടി കേട്ടോ പൊന്നൂസിന് കൊടുത്ത. കാരണം പൊന്നൂസ് പോകുമ്പോഴത്തേക്ക് മീൻകറി ആയിട്ടുണ്ടായിരുന്നില്ല, അവൾ പോയതിന് ശേഷമാണ് ഞാൻ മീൻകറി ആക്കിയത്. അന്നേരം ഭൂരി ഇത് ആട്ടപ്പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഞാൻ ആട്ടപ്പൊടിയും മൈദയും കൂടെ മിക്സ് ആക്കിയിട്ടായിരുന്നു ചുടൽ. ഇപ്പോൾ പരമാവധി മൈദ ഒഴിവാക്കാന്നുള്ള കണ്ടീഷനിലാണ് ആട്ടപ്പൊടിയിൽ മാത്രം ചെയ്യുന്നത് കേട്ടോ. അന്നേരം മീൻകറി ആയിട്ട് മതി കുഞ്ഞാപ്പൂനും ചക്കരക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വേഗം ആദ്യമേ മീൻകറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മീൻ നന്നാക്കുകയാണ് കേട്ടോ. അല്ല വലിയ കിളിമീനാണ് കേട്ടോ. എന്നാലും ഇതിന് കിളിമീൻ എന്ന് പറയും, പുയ്യാപ്പിളക്കോര എന്ന് പറയും. അല്ല ചില നാട്ടിൽ ഇതിന് വേറെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ഇത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. അന്നേരം കഴിഞ്ഞ ദിവസം ലൈവിൽ കുറേ പേര് ഇതിന് പല പേരുകൾ പറഞ്ഞു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ കിളിമീൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ നോക്കി നോക്കി, ഞങ്ങൾ ഇതിനെയാണ് കിളിമീൻ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം സംശയം ചോദിച്ചവർ നമ്മളെ വീഡിയോസ് ഒന്ന് കാണും കേട്ടോ. അന്നേരം എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം രാവിലെ ഇന്നലെ തലേ ദിവസം എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോസ് രാവിലെ അപ്ലോഡ് ചെയ്യാനുള്ള കണ്ടീഷനിൽ വെച്ചു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വോയിസൊക്കെ ഇട്ട് വെച്ച വീഡിയോസിൻ്റെ പകുതി ഭാഗമേ കാണുന്നുള്ളൂ. അത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചായിരുന്നു, പകുതി ഭാഗം കാണുന്നുള്ളൂ, പകുതി ഭാഗം കാണുന്നില്ല. എന്തോ ഭാഗത്തിന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തെല്ലാം പെട്ടുപോയേനെ, വെറുതെ ഡിലീറ്റ് ആക്കേണ്ടി വന്നേനെ കേട്ടോ. അന്നേരം വലിയ വലിയ മീനാണ് കേട്ടോ, ചെറിയ മീനല്ല. സാധാരണ ഇത് നമുക്കിവിടെ കിട്ടുക ചെറിയ മീനായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയത് വലിയ മീനായിരുന്നു. 1 2 3 ഒരു മീന് 3 കഷ്ണമൊക്കെ ആക്കാനുള്ള വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഈ മീനിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് കറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മുള്ളാണ് കേട്ടോ. ഇതിന് കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കറി വെച്ചാൽ തന്നെ കറീൻ്റെ ചാറിലൊക്കെ മുള്ളുണ്ടാവും അത്യാവശ്യം. അതുകൊണ്ട് കുട്ടികളിട്ട് കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ കാര്യം വേഗം തീരുമാനമായി കിട്ടും കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂത എനിക്ക് വെള്ളം ഒഴിച്ച് തരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. എണീറ്റ് വന്നിട്ടേ ഉള്ളൂ ആൾ. ഞാൻ ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അന്നേരം സൗണ്ടിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. എണീറ്റ് വന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ കേട്ടോ വീഡിയോ കാണുന്നില്ലാത്തത്. അന്നേരം വീണ്ടും ഇതാ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്. അന്നേരം മീനൊക്കെ ഇത് ഏകദേശം മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അന്നേരം കുഞ്ഞാപ്പൂ വെള്ളം മുക്കി ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അന്നേരം ഞാൻ അതിന് മുന്നേ മീൻ നന്നാക്കാൻ പോകുന്നതിന് മുന്നേ തേങ്ങയൊക്കെ അരച്ച് കറിയൊക്കെ അടുപ്പത്ത് തിളയ്ക്കാനുള്ള പരുവത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ കറീൻ്റെ വീഡിയോ ഒക്കെ ഇതിലും മുന്നേ ഇഷ്ടംപോലെ തവണ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ മീൻ കറീൻ്റെതായിട്ടൊരു വീഡിയോ എടുക്കാതിരുന്നത്. അന്നേരം തേങ്ങ അരച്ച മീൻ കറിയൊക്കെ നമ്മൾ ഇതിലും മുന്നേ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കൂടെ ഒരു കാര്യം പറയുന്നുണ്ട്, തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമാണ് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഒച്ച ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട്. അത് നമ്മളെ ചാനലിൽ ഏകദേശം 10,000 സബ്സ്ക്രൈബർ ആകാനായിട്ടുണ്ട്. അതായത് നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു കുഞ്ഞ് ഫാമിലി ആയിരുന്നു നമ്മളിപ്പോൾ 10,000 സബ്സ്ക്രൈബറുള്ളൊരു ഫാമിലിയിലേക്ക് പോണേ. അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. അതായത് ആ കുഞ്ഞാപ്പൂത് അവിടെ എന്തോ ചിന്താവിഷ്ടയായ ശ്യാമളേനെ പോലെ കുത്തിയിരിക്കുന്നുണ്ട്. കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ കുട്ടി. അത് ചക്കര ഇന്ന് ഇവിടെ ഉണ്ട്, പൊന്നൂസ് മാത്രമല്ല പോയില്ല. അതുകൊണ്ട് ഇന്ന് ഫുൾ അടി പരിപാടികളായിരിക്കും കേട്ടോ വീട്ടിൽ. പിന്നെ ഇത് അടുക്കളത്തെ പരിപാടികൾ ഏകദേശമൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. കറി അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് അകൊക്കെ ഒന്ന് തട്ടിമുട്ടി തുടച്ചെടുക്കണം കേട്ടോ, അടിച്ചു വാരണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അന്നേരം ഞാൻ വേഗം അടുക്കളത്തെ പണികൾ ആദ്യം അങ്ങോട്ട് ഒരുക്കി വെക്കും കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ എടുത്താലാണ് ഒരു സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചെടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒന്നൊന്നും തികയില്ല. എനിക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. എല്ലാ പണികളും പകുതി ആക്കി വെക്കും, പക്ഷേ ഒരു പണിയിട്ട് ഫുള്ളായിട്ട് തീരുമില്ല കേട്ടോ. എന്നും ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു 10 മണി വരെയുള്ള വീഡിയോസ്, പക്ഷേ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും തീരും. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അന്നേരം ഇന്ന് ഏകദേശം ഞാൻ വൈകുന്നേരം വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോൾ കോലായിൽ കുറേ കിടക്കാൻ നിങ്ങൾ നോക്കണ്ട. കുഞ്ഞാപ്പൂൻ്റെ കുട എപ്പോഴും കോലായിൽ തന്നെ ഇല്ലെങ്കിൽ ഞാനത് തിരഞ്ഞുകൊണ്ട് നടക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലൈവിൽ വരുന്നവർക്ക്. കുഞ്ഞാപ്പൂന് കുട എന്ന് പറയുന്നത് എപ്പോഴും വേണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അത് ഇങ്ങനെ എടുത്തുകൊണ്ടാണ് കേട്ടോ നടക്കുക. അത് തുണി അലക്കാനുള്ളതൊക്കെ കുറച്ച് കോലായിലേക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. കാരണം അകത്തുള്ള തുണികൾ കൈയോടെ ചിലപ്പോൾ ഞാൻ കിട്ടുമ്പോൾ എടുത്ത് കോലായിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ അത് മറന്നു പോകും കേട്ടോ. പിന്നെ ഇതാ അടിച്ചു വാരാൻ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഇവിടെ. വേസ്റ്റ് എല്ലാ മുറികളും അടിച്ചു വരുമ്പോഴത്തേക്കും ഒരു മുറം കിട്ടും എന്ന് പറയുമ്പോൾ കടലാസായിട്ടും വേസ്റ്റായിട്ടും ഇഷ്ടം പോലെ എൻ്റെ മക്കൾ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുഞ്ഞാപ്പൂൻ ചക്കരയായിട്ട് ഒരു അടിയൊക്കെ കഴിഞ്ഞു. അന്നേരം കുഞ്ഞാപ്പൂന് ഇത് ഒക്കത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് കറി വറവിടുന്നത്. കറി വറവിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു, 2 ചുവന്ന വെളുത്തുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. കരിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കറിവേപ്പില ഇടാത്തത്.
അത് നമ്മൾ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എന്നിട്ട് കുഞ്ഞാപ്പൂനും ചക്കരക്കുള്ളത് കഴിക്കാൻ കൊടുക്കണം. കുഞ്ഞാപ്പൂന് ഒരു പൂരിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഒരു പൂരി ഒക്കെ എന്തോ അറിയില്ല, ഇപ്രാവശ്യം കൊടുത്ത പാടന്നെ ഭയങ്കര സൂപ്പർവൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. കണ്ണിലും മുഖത്തും കണ്ടെങ്കിൽ ഒരു തെളിച്ചം ചക്കരേനെ ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. വേണ്ട പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നുണ്ട് അവൾ അടുത്തേക്ക് വന്നതിന്. അന്നേരം ഇതാ ചക്കരക്കുള്ളതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല കടിക്ക് ഇവിടെ കുറേ കറി വേണം. അവർ രണ്ടാളും തിന്നാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ആ മേശ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് എല്ലാം മൊത്തം തുടച്ച് വൃത്തിയാക്കാണ് കേട്ടോ. അതായത് അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് പുറത്തെ പണിക്ക് ഇറങ്ങണത്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് അകത്ത് പകുതി പണികളാക്കി വെച്ചിട്ട് നേരെ പുറത്തേക്ക് പുറം പണിക്ക് ഇറങ്ങും കേട്ടോ. അതിന്നിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, എല്ലാം കൂടെ ഒന്നിച്ച് നടക്കണില്ല. അന്നേരം ഞാൻ പുറത്ത് അകത്തുള്ള പരിപാടികളൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അത് അടുക്കളത്തെ മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടാണ് ഞാൻ അകം തുടയ്ക്കാൻ നിൽക്കുന്നത്. അത് ചായ വെക്കണം കേട്ടോ. രാവിലെ അതാണ് ഇടയ്ക്കൊന്ന് പോകുന്നത്. അത് പിന്നെ ഇത് അകമൊക്കെ തുടച്ച് വന്നു, കോലായിയൊക്കെ തുടയ്ക്കുകയാണ്. നമുക്കിവിടെ മോപ്പൊന്നും വെച്ച് ഞാൻ തുടയ്ക്കലില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ തുടയ്ക്കൽ. നമുക്ക് അധികം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അകത്തിട്ടോണ്ട് മോപ്പ് വെച്ച് തുടയ്ക്കാൻ എനിക്കൊരു എയിമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാ നേരെ പോയി മുറ്റടിക്കുന്ന ചൂലൊക്കെ കുറ്റിയായിട്ടുണ്ട്, മഴയത്ത് അടിച്ച് വരി. ഇനി ചൂലൊക്കെ മേടിക്കണം. നമുക്കിവിടെ ചൂലൊക്കെ പൈസ കൊടുത്ത് മേടിക്കണം കേട്ടോ. തെങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇർക്കിലൊന്നും കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് പൈസ കൊടുത്ത് തന്നെ ചൂല് മേടിക്കണം. എങ്ങനെ ഒരു നല്ല ചൂലൊന്നും കിട്ടൂല, എന്നാലും 60 രൂപ 70 രൂപയൊക്കെ ചൂലിന് കൊടുക്കണം കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരലാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തരാൻ ആളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാണ്ട് വേറെ രക്ഷയില്ല. പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി വെച്ചായിരുന്നു. പാത്രം കഴുകുന്നത് ചക്കര അവിടെ ചായ കുടിക്കുന്നുണ്ട്. പാത്രം കഴുകുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൾ ചായ കുടിക്കാൻ വന്നത്. അവിടെ കഴുകാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. നേരത്തെ വെള്ളം ഏറ്റാൻ പോവാണ്. മഴയില്ലെങ്കിൽ നമ്മൾ മെയിനായിട്ടൊരു പ്രശ്നമാണ് കേട്ടോ ഈ വെള്ളം. വെള്ളം ഒരു ദിവസം കുറേ ഏറ്റണം. ശാമാട്ടം ഉണ്ടെങ്കിൽ രാവിലെ കുറേ ശാമാട്ടം കൊണ്ടുവെക്കും, ബാക്കി ഞാൻ ഏറ്റണം കേട്ടോ. നമുക്ക് എല്ലാത്തിനും ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വെള്ളം താഴെ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്നറിയാം. വെള്ളത്തിന് ക്ഷാമം കൊണ്ട് ഞാനൊക്കെ വന്നത് വെള്ളമില്ലാത്തൊരു നാട്ടിൽ നിന്നാണ് കേട്ടോ. അന്നേരം എൻ്റെ കല്യാണ സമയത്ത് അവിടെ നിന്നുള്ള ആൾക്കാർ എനിക്ക് പുഴയെല്ലാം കാണാൻ പറയുന്നു, എനിക്കെന്തൊരു സുഖം ആ വെള്ളത്തിന്. അത് ഞങ്ങൾ വെള്ളമില്ലാത്ത നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ഏറ്റിൽ നമുക്കൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അന്നേരം പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് അലക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അലക്കലും കൂടെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയെന്ന് പറയാം കേട്ടോ. അതായത് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവരും തന്നെ ലീവ് ആയതുകൊണ്ട് തന്നെ അവിടെ 4 ആളും കൂടെ കളിയാണ് കേട്ടോ, ഓടിക്കളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ചക്കരേനോട് ഒന്ന് നിൽക്കുക പറഞ്ഞിട്ട് അവളെ വിളിച്ചാണ് കേട്ടോ. ചക്കര അത് കഴിഞ്ഞ് പിന്നെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല, ആൾക്കാരെ വീഡിയോ എടുക്കാൻ വേണ്ടി കിട്ടൂല. എന്നിപ്പോൾ എന്തോ നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അലക്കാനൊന്നും ഇല്ലാണ്ടുള്ളത്. ഇപ്പം ഇന്നൊരു ഷർട്ടും ഒരു കൈക്കൽ തുണി മാത്രം അലക്കാനുള്ളൂ. കുട്ടികൾ രാവിലെ ഊരിയിടുകയാണെങ്കിലല്ല അവരത് ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ അവർ എവിടെയും പോകാത്തതുകൊണ്ട് പൊന്നൂസ് മാത്രമല്ല പോയിട്ടുള്ളൂ. പൊന്നൂസ് ഉച്ചയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ അവളത് അലക്കിയിട്ടില്ല. വന്നിട്ട് അതന്നെ ഇട്ടിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അലക്കാലോ പറഞ്ഞിട്ട് അലക്കിയിട്ടില്ല കേട്ടോ. അത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് റെക്കമെൻഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ. പറ്റാത്ത കാര്യങ്ങൾ റെക്കമെൻഡേഷൻ ചെയ്യരുത്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് പുഴയിൽ പോയിട്ട് എന്താണ് ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം മുക്കി അലക്കുന്നതും ചിന്തിക്കേണ്ട. അവിടെ കുഞ്ഞ് നിന്നിട്ട് അലക്കാൻ ഭയങ്കര പാടാണ്. വെള്ളം അലക്കുന്ന കല്ലിൽ നിന്ന് ഒരുപാട് താന്നിട്ടാണുള്ളത്. പിന്നെ വെള്ളത്തിൻ്റെ അവിടെയാണ് ഈ കല്ലുമില്ല. ആ കല്ലെല്ലാം കുറേയൊക്കെ മേലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയായിട്ടോ. ഉച്ചക്കത്തെ അതിൻ്റെ ഇടയിൽ ചോർത്തിട്ട് ആ കുഞ്ഞാപ്പൂനെ കുളിപ്പിക്കൽ ഉറക്കൽ പറഞ്ഞ പോലത്തെ കുറേ പരിപാടി അതിൻ്റെ ഇടയിൽ നടന്നിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ശ്യാമാട്ട അവിടെ ഇരുന്ന് ചൂണ്ട കിട്ടണുണ്ട് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് എടുത്ത് കാണിച്ചു തന്നാണ് കേട്ടോ. മീൻ പിടിക്കുന്ന ചൂണ്ട കൊളുത്തില്ലേ, അതാണ് കേട്ടത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള കടിയാണ് കേട്ടോ. വൈകുന്നേരത്തേക്ക് ചായക്ക് എന്ന് പറയാൻ അവിലാണ് കേട്ടോ. അവിലാർക്കും തന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ ഇഷ്ടമുള്ളൂ. കുട്ടികൾക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഗതികെട്ടാൽ പുല്ലും തിന്നെന്ന് പറയും പോലെ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇവരതങ്ങ് കഴിച്ചോളൂ കേട്ടോ. പക്ഷേ ഇതാണ് ശരീരത്തിന് ഏറ്റവും നല്ല സാധനങ്ങൾ ഇതാണ്. പക്ഷേ അതൊന്നും ഇന്നത്തെ മക്കൾക്ക് ഇതൊന്നും വേണ്ട. പണ്ട് നമുക്കൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു എപ്പോഴും ഉണ്ടാവുക. ഇത് വെള്ളവിലും അല്ല കേട്ടോ, കുത്തവിലാണ് കേട്ടോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അധികം കഴിക്കുക. അതേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ ജീരക ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അത് ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞാപ്പ് ഉറക്കണീക്കൊക്കെ ചെയ്തു കേട്ടോ. പൊന്നൂസ് കുളിച്ചിട്ടില്ല. പൊന്നൂസ് ഇതാ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അച്ഛനും മോളും കൂടെ അവിടെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് ചക്കര വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് പോയേനാണ് കേട്ടോ അവിടെ കച്ചറാക്കുന്നത്. രാവിലെയൊക്കെ നനച്ചു. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കൂടെ അതങ്ങനെ വെറുതെ ഇനി വൈകുന്നേരം ഇങ്ങനെ വെറുതെ കുറേ നേരം കുത്തിയിരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. എല്ലാവരും ഉള്ള ദിവസങ്ങളിലാണ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്
പ്ലീസ് പറയുന്നുണ്ട് ഞാൻ വീണ്ടും. അന്നേരം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ആണെങ്കിൽ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത് ഞങ്ങളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബായ്. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം.